വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റീതൽ നക്ഷത്ര. അപ്പം നമ്മുടെ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ നെല്ലിയമ്പതിക്ക് പോകാമെന്ന് കേട്ടോ തീരുമാനിച്ചത്. അപ്പോൾ നെല്ലിയമ്പതിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പോത്തുണ്ടി ഡാം പറയുന്നത് പോത്തുണ്ടി ഡാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നെല്ലിയമ്പതി. അപ്പോൾ അത് പോത്തുണ്ടി ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ എത്തിയിട്ടോ, ഞങ്ങൾ അവിടെയൊക്കെ എത്തി. ഞങ്ങൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. നല്ല രസം, നല്ല മനോഹരമായ പൂക്കളും അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത് എല്ലാ സെറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഡാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ എത്തി. ഞങ്ങളിത് അങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങളൊരു 12 മണിയാകുമ്പോഴാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയത് കേട്ടോ 12 മണിക്ക്. അപ്പോൾ ഫുഡ് വെളിയിൽ നിന്ന് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ നമ്മുടെ നിധി ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നിധി ബിരിയാണി പറഞ്ഞാൽ അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ കിഴി ബിരിയാണി കഴിക്കാതെ വെച്ചു, പിന്നെ വേണ്ട വെച്ചു. അപ്പോൾ സാധാ ഒരു ബിരിയാണി, നിധി ബിരിയാണി. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും വെളിയിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിധി ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടോ. ഒരു നിധി ബിരിയാണിക്ക് 250 രൂപയാണ് കേട്ടോ ഒരു നിധി ബിരിയാണിക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങൾ മേലേക്ക് ഡാമിക്കൊക്കെ പോവാണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഋതുക്കൂട്ടൻ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കയറി ഭയങ്കര പേടിയായിട്ട് ഋതുക്കൂട്ടന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തിനാണ് ഈ പേടിക്കുന്ന വേണ്ട, താഴത്തൊക്കെ എങ്ങനെയൊക്കെ ഇറക്കുകയാണ് കേട്ടോ ഞാനിതിന് മുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഋതുക്കൂട്ടൻ വലുതായ ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോയി. ഋതുക്കൂട്ടൻ അവിടെ നിന്ന് വരണമെന്നേ മനസ്സില്ല കേട്ടോ. അപ്പോൾ അവൻ വരില്ല, ഞാൻ വീട്ടിലോട്ട് വരില്ല, ഞാനിവിടെ ഇരിക്കണം. കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ, കുട്ടികളൊക്കെ അങ്ങനെയില്ല. അപ്പോൾ നിങ്ങളുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇവിടേക്കൊക്കെ പോവാം കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പോയി നോക്കണം കേട്ടോ. അടിപൊളി പ്ലേസ്, നല്ലൊരു വൈബാണ് കിട്ടുന്നത്. അവിടെ സോങ്ങും ഒക്കെ കേട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോണ സമയത്ത്. വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെയിലത്തല്ലേ പറഞ്ഞു പിള്ളേർ അവൻ കളിക്കട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയത് തന്നെ പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ എന്താ ഞങ്ങൾ പറയുക. അവന് സന്തോഷമല്ല, അപ്പോൾ അവൻ കളിക്കുകയാണ്. അപ്പം വരില്ല കൊണ്ട് പേടിയോണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ മേലെ കയറിയിട്ട്. അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ചെയ്തു പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഒരേ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ്. പിന്നെ നല്ലൊരു പാട്ടൊക്കെ വെച്ചു. പിന്നെ ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൂക്കൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. മൂക്ക് കുത്തി നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ 2 ദിവസം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് അവിടെ പോയപ്പോൾ അവിടെ ഒരു ചേച്ചി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെയൊക്കെ. അപ്പോൾ ഭയങ്കര കാറ്റ്, ഡാമിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റ് കേട്ടോ. ഞാനൊക്കെ പാറിപ്പോകേണ്ട ഒരു അവസ്ഥ കേട്ടോ. ഋതുക്കൂട്ടന് നല്ല ഭയങ്കര കാറ്റായിരുന്നു മേലെ കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ ഋതുക്കൂട്ടന് എൻ്റെ 2-3 ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വോയിസ് എന്തോ പോലെ കേട്ടോ. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വോയിസ് പോലെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ, അയ്യോ എൻ്റെ വോയിസ് തെറ്റായിരിക്കുമോ, ഞാൻ പറയണതിലൊക്കെ തെറ്റുണ്ടാവോ, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നമ്മൾ കുറച്ച് വീഡിയോസായിട്ട് ഇട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. വോയിസ് അപ്പോൾ വരുന്ന വഴിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വരുന്ന വഴി പാലക്കാടൻ പാനമ്പഴം കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും ഋതുക്കൂട്ടനും ഇളനീരാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പഴമാണ് കഴിച്ചിരുന്നത്. മധുരം പറഞ്ഞാൽ അത്ര മധുരമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. 2.5 ഞാൻ കഴിച്ചു. അപ്പോൾ മധുരമൊന്നും അത്ര ഇല്ല കേട്ടോ. അപ്പോൾ ഋതുക്കൂട്ടന് അത് വേണ്ട, എനിക്ക് ഇളനീര് തന്നെ വേണം പറഞ്ഞു. അപ്പോൾ ഇളനീര് അവന് മേടിച്ചു കൊടുത്തു. അവനതിന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് ശേഷം ഞാനാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 2ഉം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ടാറ്റാ.